പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതം ഒരു കാത്തിരിപ്പല്ലേ? നമ്മുടെ ജീവിതത്തിൽ കുറേ സന്ദർഭത്തിൽ അല്ലെങ്കിൽ കുറേ സാഹചര്യത്തിൽ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് ചിലർക്ക് വേണ്ടിയൊക്കെ. പക്ഷെ ആ കാത്തിരിപ്പ് നമ്മൾ മുഷിപ്പിക്കും. ആ കാത്തിരിപ്പ് നമുക്ക് വെറുപ്പ് തോന്നും, നമ്മൾ ക്ഷീണിപ്പിക്കും, തളർത്തും ആ കാത്തിരിപ്പ്. കാരണം മനുഷ്യർക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ യഹോവയ്ക്ക് കാത്തിരിക്കുമ്പോൾ, യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മുടെ ശക്തി പുതുക്കുമെന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത്. യെശയ്യാ 40:31 ഇപ്രകാരം പറയുന്നുണ്ട്: എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുമെന്ന്. നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവം നമ്മൾക്ക് ശക്തി പുതുക്കുമെന്നാണ് പറയുന്നത്. ദൈവത്തിന് വേണ്ടി കാംക്ഷിക്കുക. ഓരോരോ ദിവസം ദൈവത്തിൽ ആശ്രയിച്ച് കാത്തിരിക്കുക. നമ്മൾ ദൈവത്തിൻ്റെ വരവിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ ശക്തി പകരുമെന്നാണ് പറയുന്നത്. ഒരു പുതുശക്തി. നമ്മൾ മാനസാന്തരപ്പെട്ടപ്പോൾ, രക്ഷപ്പെട്ടപ്പോൾ നമ്മൾക്ക് ഒരു ആത്മാവിനെ പകർന്നായിരുന്നു, ഒരു ശക്തിയുള്ള ആത്മാവിനെ, ഒരു സഹായകനെ പകർന്നായിരുന്നു. പക്ഷെ അതിനെ പുതുക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും കാത്തിരിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ, പ്രാർത്ഥനയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുക. ശക്തി പകരും. ആ ശക്തി എന്തുവാ ചെയ്യുന്നത്? കഴുകനെ പോലെ കുതിച്ച് കയറുവാൻ, ഉയരത്തിൽ പറക്കുവാൻ, ഉയരത്തിൽ നോക്കി ദൂരെ ഓടുവാൻ ആ ശക്തി നമുക്ക് നൽകും. ഓടുമ്പോഴും ക്ഷീണിക്കാതെ, നടക്കുമ്പോഴും തളരാതെ ആ ശക്തിയെ ദൈവം നമുക്ക് തരാൻ പോകുന്നു. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. ക്ഷീണിച്ചു പോകാതെ ഈ ജീവിതയാത്രയിൽ മുന്നേറുവാൻ ഈ വാക്യം ഒരു വാഗ്ദത്തമായി തീരട്ടെ. ഈ വാക്യം ഒരു പ്രത്യാശയായി തീരട്ടെ. ഒരു പുതുശക്തി പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് മുമ്പോട്ട് ജീവിതയാത്രയിൽ, ക്രിസ്തു യാത്രയിൽ നമ്മൾ ക്ഷീണിക്കാതെ തളരാതെ മുമ്പോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.